അരവിന്ദ് കെജ്രിവാൾ ജഡ്ജിക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അവർ BJP RSSന്റെ ആളാണ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുത്തിരിക്കുന്നു. മാത്രവുമല്ല, ആ ജഡ്ജി കേസിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ഇത് അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെ ബാധിക്കും സർ? അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം അതിപ്പം കോടതിയുടെ മുമ്പ് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ എക്സൈസ് പോളിസിയുടെ സംബന്ധിച്ചിട്ടാണല്ലോ അരവിന്ദ് കെജ്രിവാളിനെ നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അറസ്റ്റ് ചെയ്തതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയൊക്കെ അറസ്റ്റ് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ കഴിഞ്ഞ ഫെബ്രുവരി 27 ഒരു ട്രയൽ കോർട്ട് ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള ഈ എക്സൈസ് പോളിസി കേസ് CBI ഫ്രെയിം ചെയ്തത് അടിസ്ഥാനരഹിതമാണെന്നും ഇത് ഫ്രെയിം ചെയ്ത CBI ഉദ്യോഗസ്ഥർക്കെതിരെ ഡിപ്പാർട്ട്മെൻ്റൽ നടപടി വേണമെന്നും പറഞ്ഞുകൊണ്ട് ഈ വിചാരണ കോടതി അരവിന്ദ് കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കി. അതിനുശേഷം ഇത് ഹൈക്കോടതിയിലേക്ക് ചെല്ലുന്നു. ഹൈക്കോടതി ചെല്ലുന്ന സമയത്താണ് അവിടുത്തെ ഹൈക്കോടതി ജഡ്ജി ഈ സ്വർണകാന്ത ശർമ്മ അവർ ഇത് സ്റ്റേ ചെയ്തിട്ട് ഇതിനകത്ത് കേസ് പ്രതിപദിഷ്ഠ ഉണ്ടെന്നുള്ള ധാരണയിലായിരിക്കുമല്ലോ കേസ് ചെയ്യുന്നത്. അങ്ങനെ അത് വന്നതോടുകൂടി പിന്നെ കേജ്രിവാൾ പറയുന്നത് ഈ ബെഞ്ചിൽ നിന്ന് ഈ കേസ് മാറ്റണം, സ്വർണകാന്ത ശർമ്മയുടെ ബെഞ്ചിൽ നിന്ന് ഈ കേസ് മാറ്റണം. കാരണം ഈ ജഡ്ജിക്ക് ഇത് വ്യക്തിപരമായ താല്പര്യം ഇതിനകത്തുണ്ട്. വ്യക്തിപരമായ താല്പര്യം എന്താണെന്ന് കാരണം എന്ന് പറയുന്നത് ഈ സ്വർണകാന്ത ശർമ്മയുടെ മക്കൾ ഇശാന്ത് ശർമ്മയും സാംഭവി ശർമ്മയും ഇവർ രണ്ടുപേരും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എംപാനൽഡ് കൗൺസിൽസാണ്. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമുള്ള കേസുകൾ ഈ സൊളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇവർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സൊളിസിറ്റർ ജനറലിൻ്റെ ആനുകൂല്യം പറ്റുന്നവരായത് കാരണം, തൻ്റെ മക്കൾ പറ്റുന്നതായത് കാരണം അതിൻ്റെ പേരിലാണ് ഈ കേസ് ട്രയൽ കോടതി വിധി സ്റ്റേ ചെയ്തതെന്നും പറഞ്ഞു. അതുകൊണ്ട് ഈ ജഡ്ജിൽ നിന്ന് നീതി ലഭിക്കില്ല എന്നും പറഞ്ഞിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ വിഷയമുണ്ടാകുന്നത്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു, ചീഫ് ജസ്റ്റിസ് സമീപിച്ചു. ചീഫ് ജസ്റ്റിസ് ഇത് നിരസിച്ചു. പിന്നെ അദ്ദേഹം വ്യാപകമായ രീതിയിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ജഡ്ജിക്കെതിരെ അതിശക്തമായ ക്യാമ്പയിൻ ഇവരുടെ മക്കളെയും വീട്ടിലുള്ളവരെയും എല്ലാം ഈ കൂട്ടിച്ചേർത്തുകൊണ്ട് ശക്തമായ ക്യാമ്പയിൻ നടത്തി. മാത്രമല്ല, ഈ കേസ് ഞങ്ങൾ വിചാരണയിൽ നിന്നും അപ്പിയർ ചെയ്യുന്നതിൽ നിന്നും ബോയ്ക്കോട്ട് ചെയ്യുകയാണെന്നും പറഞ്ഞ് അരവിന്ദ് കെജ്രിവാളും പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ മനീഷ് സിസോദിയും മറ്റുള്ളവരും കൂടെ സമാനമായ രീതിയിൽ ബോയ്ക്കോട്ട് ചെയ്യുന്നതായിട്ടുള്ള രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പം ഈ സൂര്യകാന്ത് ശർമ്മയുടെ ബെഞ്ച് ചെയ്തിരിക്കുന്നത് ഈ വ്യാപകമായ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ കോടതിയെ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ഈ മലീമസമായ രീതിയിലുള്ള ആക്ഷേപങ്ങൾക്കെതിരെ ഈ ശരണകാന്ത് ശർമ്മ അവർ കോടതിയലക്ഷ്യ കേസ് ഇപ്പോൾ എടുത്തിരിക്കുക. കോടതിയലക്ഷ്യ കേസ് എടുത്തതിൻ്റെ പേരിൽ ആ കോടതിയലക്ഷ്യ കേസ് എടുക്കുന്ന ജഡ്ജ് അവരുടെ യഥാർത്ഥ മെയിൻ കേസ് കേൾക്കാൻ പാടില്ല എന്നുകൊണ്ട് അവർ ഒഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഈ രണ്ട് കേസും ഈ മറ്റേ ഇദ്ദേഹത്തിൻ്റെ സ്റ്റേ ചെയ്ത എക്സൈസ് പോളിസി കേസും അതോടൊപ്പം തന്നെ ഈ മാനനഷ്ട കേസും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് കേൾക്കും എന്നും പറഞ്ഞിട്ടാണ് ഒരു വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അത് വിധി വന്ന ഉടനെ തന്നെ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വതസിദ്ധമായ രീതിയിലുള്ള പ്രകടനമൊക്കെ നടത്തി ഇത് സത്യം ജയിച്ചിരിക്കുന്നു, മഹാത്മാഗാന്ധിയുടെ നാട്ടിലെ സത്യം ജയിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പ്രഖ്യാപനമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ നടപടികൾ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വലിയ പ്രതീക്ഷ ലോകത്തെമ്പാടും, ഇന്ത്യയിലും ലോകത്തെമ്പാടും വലിയ പ്രതീക്ഷ ഉയർത്തിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഈ രംഗപ്രവേശം ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കത്തിലും ഓരോ തന്ത്രങ്ങളും സൂത്രപ്പണികളും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അണ്ണാ ഹസാരയുടെ രൂപത്തിലൂടെ, അണ്ണാ ഹസാരയുടെ തൊപ്പിയിലൂടെയും അണ്ണാ ഹസാരയുടെ ജീവിതത്തെയും ഒരു പരിധിവരെ ഉപയോഗിച്ച് ഗാന്ധിയെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഇന്ത്യൻ മനസ്സുകളിൽ ഉണർത്തി ഇദ്ദേഹം ഒരു ഗാന്ധി തൊപ്പിയൊക്കെ ധരിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഒരു വലിയ ഒരു മുന്നേറ്റം പോലൊരു സംഗതി ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഒരു മുന്നേറ്റത്തിൻ്റെ
ഗുണത്തിനെ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഈ കൊയ്തെടുത്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത്. AIP ഒക്കെ ഫോം ചെയ്ത് തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നത്. ജനം വലിയ പ്രതീക്ഷയിലായിരുന്നു. അതുപോലെ തന്നെ ഓരോ രൂപയും എല്ലാവരും അയക്കണമെന്നൊക്കെ പറഞ്ഞ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഫണ്ട് വരുന്നു. അന്ന് തന്നെ ഇദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങളുണ്ട്. ഇദ്ദേഹം ഒരു NGO ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, ഒരു ഷെയ്ഡി ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഇദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണങ്ങളുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു വഴി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം അണ്ണാ ഹസാരയെ കൊണ്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യമേ ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞു തുടങ്ങിയത് അണ്ണാ ഹസാരയാണ്. കാര്യം അണ്ണാ ഹസാര എന്ന് വെച്ചാൽ സാത്വികനായ മനുഷ്യൻ, മഹാരാഷ്ട്രയിൽ ഈ പറഞ്ഞ പോലെ ഗാന്ധിയൻ മാർഗത്തിലൂടെയൊക്കെ ജീവിക്കുകയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തെയും അദ്ദേഹത്തിൻ്റെ രൂപത്തെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം ഈ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാക്കുന്നത്. ആ കാലഘട്ടത്തിൽ ആ സമരം നടക്കുമ്പോൾ പ്രിയനൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ഈ രാജ്യത്ത് ഒരുപാട് ആൾക്കാർക്ക് അണ്ണാ ഹസാരെ എന്ന് പേരുണ്ട് കുട്ടികൾക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനുശേഷം അണ്ണാ ഹസാരെ തട്ടിമാറ്റുന്നു. അപ്പോഴത്തേക്ക് പിന്നീട് പ്രശാന്ത് ഭൂഷൺ അതുപോലുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നു. ഇന്ത്യയിലെ ഇൻ്റലക്ച്വൽസ് മുഴുവൻ അദ്ദേഹത്തിനോട് പോകുന്നു. എന്തിനാ പറയുന്നത്, നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഈ പറഞ്ഞതുപോലെ ആത്മാർത്ഥതയുടെ സത്യസന്ധതയുടെയൊക്കെ കാണുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനും ഒക്കെയാണ് നമ്മുടെ കാരശ്ശേരി മാഷ്, അല്ലേ? നമ്മുടെ ഈ സാംസ്കാരിക പ്രവർത്തകരുടെയിൽ സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം പോലും കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെ കാണാനായിട്ട് അവിടെ പോയിരുന്നു, ഡൽഹിയിൽ കണ്ടപ്പോൾ ഈ കാരശ്ശേരി മാഷ് അദ്ദേഹത്തിൻ്റെ ശുദ്ധത കൊണ്ടായിരിക്കണം ഇദ്ദേഹത്തിന് ലാൽ ബഹദൂർ ശാസ്ത്രീയമായിട്ടാണ് ഭൂമിച്ചത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും കബളിപ്പിക്കുന്ന ഒരു ടെക്നിക്ക് ഇയാളുടെ കയ്യിലുണ്ട്. പക്ഷെ ക്രമേണ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കൊഴിഞ്ഞു പോയി. ഇപ്പോൾ ഒറ്റയടിക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയി. BJP പോയി അവർ ചേരുകയും ചെയ്ത് അങ്ങനെ നിൽക്കുന്നൊരവസ്ഥ. പിന്നീട് അതുപോലെ തന്നെ നല്ല അസലായിട്ട് നാടകം പ്രകടിപ്പിക്കാനുള്ള ശേഷിയും അരവിന്ദ് കെജ്രിവാളിനുണ്ട്. അതിനകത്ത് ഡിക്റ്റേറ്റർഷിപ്പാണ് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ താല്പര്യം എല്ലാവരും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഈ കൂടെ നിന്ന് എല്ലാ ആൾക്കാരും ഇങ്ങനെ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അദ്ദേഹം ഈ പറഞ്ഞ പോലെ ആ കേസ് വന്നുടനെ തന്നെ, ഈ വിധി വന്നുടനെ ഇദ്ദേഹത്തിന് വെറുതെ വിട്ടുള്ള വിധി തന്നെ കണ്ണുനീരും ഒക്കെ ആവുന്നു. കരയേണ്ട സമയത്ത് കരയും, അല്ലാത്ത നമ്പറുകൾ കാണിക്കേണ്ട സമയത്ത് നമ്പറുകൾ കാണിക്കും. അതേപോലെ തന്നെ ഈ പാർട്ടി കെട്ടിപ്പടുക്കുന്ന സമയത്ത് ഒരു സ്ക്രൂ ഡ്രൈവറുമായിട്ട് ഡൽഹിയിലുള്ള ചേരികളിൽ പോയി അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ വീട്ടിൽ പോയി ഫീസ് കെട്ടിക്കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അതിവിദഗ്ധനാണ് കെജ്രിവാൾ. അപ്പോൾ മാത്രമല്ല അദ്ദേഹത്തിന് ഒരു മറ്റൊരു പാർട്ടി രാഷ്ട്രീയ കക്ഷിയുമായിട്ട് ചേർത്ത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ കോൺഗ്രസുമായിട്ട് ഇന്ത്യ മുന്നണിയിൽ പോയി, അവിടെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു തൻപ്രമാണിത്വവും തൻ്റെ വഴിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരിക എന്നുള്ള ശ്രമം നടക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ നിന്നും പുറത്തേക്ക് പോരേണ്ടി വന്നു. അപ്പോൾ അവിടെ നിന്ന് ആലോചിച്ച് നോക്കുക, കോൺഗ്രസുമായിട്ട് നിരന്തരം സംഘർഷത്തിലാണ്. അപ്പോൾ മുഖ്യമായ അദ്ദേഹത്തിൻ്റെ എതിരാളി ആരാണെന്ന് വെച്ചാൽ കോൺഗ്രസ് ആണോ BJP ആണോ അതൊന്നും വ്യക്തതയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമ്മിശ്ര ഒരു ഒറ്റയാൻ കളിയുടെ ആളാണ് അരവിന്ദ് കെജ്രിവാൾ. ഇപ്പോഴും അത് തന്നെയാണ് കാണുന്നത്. ജഡ്ജിക്കെതിരെ, അതായത് തനിക്ക് അതിനുള്ളൊരു ലൈസൻസ് ഉണ്ട്, ഇന്ത്യൻ ജനത തനിക്കെന്തോ ഒരു ലൈസൻസ് കൊടുത്തിട്ടുണ്ട് എന്നൊരു ബോധ്യം ഇദ്ദേഹമുണ്ട്. അത് അതിമനോഹരമായിട്ട് അദ്ദേഹം അനുകൂലമായ സാഹചര്യങ്ങളെ തൻ്റെ ആവശ്യത്തിന് വേണ്ടി അത് ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ പറ്റി അറിയാവുന്ന ഒരു IIT പ്രോഡക്റ്റാണ് IIT ആൻഡ് സിവിൽ സർവീസിലെ IRS ആയിരുന്നല്ലോ അദ്ദേഹം, ആണ് ഈ കേജ്രിവാൾ. ഇപ്പോഴും അത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുണ്ട്, ഇപ്പോൾ അദ്ദേഹം ഈ ജഡ്ജി മാനനഷ്ട കേസും ചുമത്തിയിട്ട് ആ കേസിൽ നിന്ന് പിന്മാറി. കാരണം മാനനഷ്ട കേസ് എടുക്കുന്ന ജഡ്ജിക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ മെയിൻ കേസ് കേൾക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു സത്യം വിജയിച്ചു, മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ വീണ്ടും ആ ഒരു സത്യത്തിന് ഇതാ വിജയം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പെട്ടെന്ന് അദ്ദേഹത്തിനെ കണക്ട് ചെയ്യുന്നത് നോക്കുക, മഹാത്മാഗാന്ധിയായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെയൊക്കെയാണ് ഈ IIT ബുദ്ധി വരുന്നത്, മനസ്സിലായില്ലേ? ഇപ്പം പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ സത്യത്തിനെയും തന്നെയും മഹാത്മാഗാന്ധിയും കൂടെ ഒരു കണക്ഷൻ, ഈ രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ അതിവിദഗ്ധമായ രീതിയിലുള്ള ഈ എന്താ പറയുക നറേറ്റീവ് മാനുവറിങ് എന്ന് പറയുന്ന സാധനം, അതിന് വിദഗ്ധനാണ് അദ്ദേഹം. പക്ഷേ അതൊക്കെ കുറേ ഓടിയിരുന്നു. ഒടുവിൽ ഡൽഹിയിലെ ജനങ്ങൾക്കും അത്യാവശ്യം മനസ്സിലായി. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ചൂല് അടയാളമാക്കിയത്. ഒരിക്കലും ഒരു രാഷ്ട്രീയ കക്ഷിക്കോ അതല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഒരു ചൂല് സിമ്പലാക്കാൻ പാടില്ല. ചൂല് നമുക്കില്ലാതെ പറ്റത്തില്ല. പറ്റുമോ? തൂത്ത് ഉടയ്ക്കാനായിട്ട് ചൂല് വേണം.
പക്ഷെ ചൂൽ ഒരിക്കലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള സജഷൻ അല്ല, ഒന്നും സൃഷ്ടിക്കുന്നില്ല. പക്ഷെ ചൂൽ അടിയന്തരമാണ്. ഉദാഹരണത്തിന് നമ്മളുടെ ശരീരത്തിൽ തന്നെ ഇല്ലേ നമ്മളുടെ വിസർജ്യ അവയവങ്ങളില്ലേ? വിസർജ്യ അവയവങ്ങളില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ അവിഭാജ്യ ഘടകമല്ലേ? പക്ഷെ അതിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് മൂടി വെച്ച് നടക്കുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ ഇവിടെ കാരണം ഈ ചൂല് പ്രതിനിധാനം ചെയ്യുന്ന അഴുക്കിനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് യാതൊരുവിധമായ സൃഷ്ടിപരമായ കാഴ്ചപ്പാടും രാഷ്ട്രീയത്തെക്കുറിച്ചില്ല. മറ്റുള്ളവർ രാഷ്ട്രീയം പ്രയോഗിക്കുക, അവർ ഉപേക്ഷിക്കുന്ന അഴുക്കിനെ തുടച്ചു മാറ്റുക. ഇതെന്ത് രാഷ്ട്രീയ കക്ഷിയുടെ കാഴ്ചപ്പാടാണ്? അന്ന് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UPA സർക്കാരിനെതിരെ വമ്പിച്ച അഴിമതി ആരോപണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ടാണ് ആ ചൂല് ഈ അഴിമതിക്കെതിരെയുള്ള ഒരു യുദ്ധം നടത്തിക്കഴിഞ്ഞാൽ തൻ്റെ കൂടെ ആൾ വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ആ ചൂല് കൊണ്ടുവന്ന് അദ്ദേഹം ഈ പാർട്ടി രൂപീകരിക്കുന്നത്. അപ്പോൾ ഏത് അനുകൂല സാഹചര്യങ്ങളെയും, കാര്യം അദ്ദേഹം ഈസ് എ ബ്രില്യൻ ഗായ്, അയാൾ ഖരഗ്പൂർ IIT പ്രൊഡക്റ്റാണ് അയാൾ. അപ്പോൾ ആ നിലവിലുള്ള കാറ്റിനെ തനിക്ക് അനുകൂലമാവുന്ന രീതിയിൽ അതിവിദഗ്ധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കക്ഷിയാണ് കേജ്രിവാൾ. ഇപ്പോഴും ആ ടെക്നിക്ക് ഉപയോഗിക്കുന്നു, പക്ഷെ പഴയതുപോലെ കേൾക്കുന്നില്ല. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ മാധ്യമങ്ങൾ മറ്റേത് മാധ്യമങ്ങൾ ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടും വാഗണർ കാറിൽ പോകുന്നത് വലിയ വാർത്ത. അദ്ദേഹത്തിൻ്റെ ഡ്രസ് കോഡ് പോലും ശ്രദ്ധിച്ച് നോക്കണം. ഒരു സാധാരണ ഒരു NGOയുടെ സ്റ്റൈലിലാണ്, NGO അങ്ങനെ പറയുന്നത് ശരിയല്ല എങ്കിലും ഒരു വളരെ ഒരു താഴ്ന്ന ഉദ്യോഗസ്ഥൻ്റെ സ്വഭാവം, രീതിയൊക്കെ, ബോഡി ലാംഗ്വേജ് കാണിക്കുന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മിഡിൽ ക്ലാസിൻ്റെ ഡ്രസ്സിങ് പാറ്റേൺ ആണ് അദ്ദേഹം. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം ബോധപൂർവം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കബളിപ്പിക്കലാണ്. അദ്ദേഹത്തിന് ക്വാളിറ്റി ഉണ്ടാവും, കഴിവുണ്ടാവും, പക്ഷേ ഇതെല്ലാം അത് ഉപയോഗിക്കുന്നത് തൻ്റെ തന്നെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ എക്സൈസ് പോളിസി വിഷയത്തിനകത്ത് അഴിമതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അത് കോടതിയിൽ ഇനിയും തെളിയിക്കപ്പെടേണ്ട സംഗതി, നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ നാടകങ്ങൾ ശരിക്കും ജനതയെ കളിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ കബളിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ഈ സംഭവം അത് തന്നെയാണ്. സത്യം ജയിച്ചു. കാരണം അവർ മാനനഷ്ട കേസെടുത്തവർക്കെതിരെ ആ ജഡ്ജിയാണ് എടുത്തിരിക്കുന്നത്. അവരുടെ മക്കളെയും ഭർത്താവിനെയും എല്ലാം അദ്ദേഹം വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ അതും ഇനി കോടതി നിശ്ചയിക്കേണ്ടതാണ് അല്ലേ? മാനനഷ്ട കേസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ മാനനഷ്ട കേസ് എടുക്കുന്ന ആ ജഡ്ജിക്ക് പിന്നെ അദ്ദേഹത്തിന് മെയിൻ കേസ് കേൾക്കാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ എവിടെയാണ് സത്യം വിജയിച്ചിരിക്കുന്നത്? സത്യം ഒരു കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. മാനനഷ്ട കേസ് എടുത്തിരിക്കുന്നത് അത് ഏത് ലെവലിലേക്ക് ഇനി പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ആ ജഡ്ജിൻ്റെ ഇത് കോടതിക്കെതിരെ നടത്തിയൊരു പരാമർശം കൂടെയാണ് അല്ലേ? ഇപ്പോൾ സ്വർണ്ണകാന്ത ശർമ്മയുടെ മാത്രം വിഷയമല്ലത്. അപ്പോൾ ഈ രീതിയിൽ ഒരു നമുക്ക് അനുകൂലമല്ലാത്തൊരു ജഡ്ജ്മെൻറ്റ് വരുന്ന കോടതികളെ കുറിച്ചിട്ട് ജഡ്ജിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ തുടർന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജുഡീഷ്യറിയിലുള്ള വിശ്വാസ്യത പോകില്ലേ? അല്ലേ? നമുക്ക് ആകെയുള്ളൊരു ആശ്വാസം അതാണ്. അപ്പോൾ അതിൻ്റെ വിശ്വാസ്യത കാത്തുരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിനി വരുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൻ്റെ മുമ്പിൽ ഈ 2 കേസും എങ്ങനെ പരിഗണിക്കപ്പെടുന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ഇന്ത്യ ലൈവ് എന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ചെയ്യണം. നമ്മുടെ IND എന്ന ആ ലോഗോയിൽ ഒന്ന് വിരലർത്തിയാൽ നമ്മുടെ ഫീഡ് തെളിഞ്ഞു വരും. അതിൽ ഒരു നീല നിറത്തിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടണുണ്ട്, അവിടെ ഒന്ന് വിരലമർത്തുക. തൊട്ടുപുറത്തൊരു ബെല്ലൈക്കണുണ്ട്, അതും കൂടെ അമർത്തിയാൽ ചാനൽ സബ്സ്ക്രിപ്ഷൻ ഉറപ്പായി. ഞങ്ങളെ സഹായിക്കേണ്ടത് അങ്ങനെയാണ്.